ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ജനറൽ സർവീസ്, പെട്രോൾ മീറ്റർ ചെക്കപ്പ്, അതായത് റിസർവ് കാണിക്കണില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ മൈലേജ് ഷോട്ട് പറയുന്നുണ്ട്, ബ്രേക്ക് സൗണ്ട്, ഫ്രണ്ട് വെട്ടൽ, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് വെട്ടൽ എന്താ സംഭവം എന്നുള്ള ദിവസം മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ നിസ്സാരം ഓടിച്ചോളൂ, ഏകദേശം ഒരു കിലോമീറ്ററോളമൊക്കെ നമ്മൾ ഓടിച്ചോളൂ. പ്രത്യക്ഷത്തിൽ നമുക്ക് ഫ്രണ്ട് വെട്ടണം എന്തുകൊണ്ടാണെന്നുള്ള ദിവസം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അത് എങ്ങനെയാണ് കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് നോക്കിയിട്ടൊന്ന് പറയാം. കോൺസെപ്റ്റിൻ്റെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കാണുന്നില്ല. വീൽ ബെയറിങ്, അതേപോലെ ടയർ അലൈൻമെൻറ്റ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഓടിച്ച് നോക്കുമ്പോൾ. ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി നോക്കാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള ദിവസം. പിന്നെ ബ്രേക്ക് സൗണ്ടൊക്കെ നമുക്ക് ലൈൻഡറൊക്കെ പുതിയതാണ് കിടക്കണേ, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കുറച്ച് പൊടി കയറിയിട്ടൊക്കെ വന്നാണ് കംപ്ലയിൻ്റാണ്. മൈലേജ് ഷോട്ടിൻ്റെ കേസ് പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എൻ്റെ അഭിപ്രായത്തിൽ കാർബറേറ്ററുമ്പോൾ തൊടാതിരിക്കണം നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ ഇപ്പോൾ വന്ന വണ്ടിയുടെ എല്ലാത്തിൻ്റെയും കംപ്ലയിൻറ്റാണ്. ഇപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കാർബറേറ്റർ കംപ്ലയിൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ മാറിയേക്കാണ്. അതൊരു രക്ഷയില്ലാത്തൊരു കണ്ടീഷനിൽ ഇപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അതൊക്കെ വരാണെങ്കിൽ മാത്രം തൽക്കാലം അഴിച്ചാൽ മതി. പഴയ പെട്രോൾ ഉപയോഗിച്ചിട്ട് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ കിട്ടുന്ന മൈലേജൊന്നും ഇപ്പോഴത്തെ പെട്രോളിന് ഇല്ല. കാരണം അതിനകത്ത് 20% എത്തനോൾ മിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൈലേജ് ഷോട്ട് വണ്ടിക്ക് ഉണ്ടാവും. ഇതിപ്പോൾ ഈ അടിയിലെ പൈപ്പ് വഴി പെട്രോൾ ഓവർഫ്ലോ പുറത്തേക്ക് വരും, വലിയ താമസിച്ചിട്ട് ആ കംപ്ലയിൻറ്റ്സ് കാണിക്കും. അങ്ങനെ വന്ന സമയത്ത് കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ശരിയാവാറില്ല. അപ്പോൾ കാർബറേറ്റർ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. നേരെ മറിച്ച് നമ്മളത് പഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്നുള്ളത് ചിലപ്പോൾ ഇന്നാവും കംപ്ലയിൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് കാർബറേറ്ററിൻ്റെ ഭാഗം തൽക്കാലം തൊടണ്ടെന്ന് പറയുന്നത്. യെസ്, ഫ്യൂവലിൻ്റെ ഫ്ലോട്ട് കംപ്ലയിൻ്റ് ഉണ്ട്. അതാണ് ഫ്യൂവൽ മീറ്റർ കറക്റ്റ് ആവാത്തത്. ഈ ഫ്ലോട്ട് യൂണിറ്റ് കംപ്ലയിൻ്റ് ആയിട്ടാണ്. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് ഓക്കെ ആയിക്കോളും. സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കമ്പനി ലൈനർ അത് നമുക്ക് കിടക്കണം, പുതിയ ലൈനറാണ്. അപ്പോൾ ആ ലൈനർ അറിഞ്ഞിട്ടുള്ള കുറച്ച് പൊടിയൊക്കെ ഹബ്ബിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ സൗണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. വീൽ റബ്ബറൊക്കെ നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ചെയിൻ ചെറിയ ലൂസിലാവും, നമുക്ക് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ നമുക്ക് ഈ തവണ കൂടി ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്ററും പ്ലഗും അടുത്ത സർവീസിൽ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് 10,000 കിലോമീറ്ററൊക്കെയാണ് അതിൻ്റെ നല്ലൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നോക്കിയിട്ട് പറ്റില്ല അതിൻ്റെ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിക്കളയാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബാറ്ററിയൊക്കെ നമ്മൾ കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്ന ബാറ്ററി ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്, 2024 ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.85 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9 വോൾട്ടിലേക്ക് ആയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 8.5 വോൾട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആവും. ആ ഒരു സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 9 വോൾട്ടിലേക്കൊക്കെ ആയിട്ടുണ്ട്. നിലവിൽ പരമാവധി കിടന്ന് ഓടട്ടെ. പിന്നെ ഇവിടുത്തെ ഈ സ്പ്രിങ്ങൊക്കെ ഒന്ന് പൊട്ടി കിടക്കട്ടെ. അത് ഞാൻ പുറമേ നിന്ന് തന്നെ മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തം അഴിക്കേണ്ടതായിട്ട് വരും. എഞ്ചിൻ ഓയിലിൻ്റെ കേസൊന്നും ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓയിലിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം. ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ മാറ്റാറായിട്ടുണ്ടാവേണ്ടതാണ്. നമ്മുടെ വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റേണ്ട സമയം ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്തിട്ടൊന്ന് പറയണം മാറ്റണോ വേണ്ടതെന്നുള്ള കേസ് കേട്ടോ. പ്ലഗ് നമ്മൾ ഈ പറഞ്ഞ പോലെ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തേക്കൂടെ നമുക്ക് അടുത്ത സർവീസിൽ പ്ലഗ് കൂടി മാറ്റിക്കളയാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ബ്രാക്കറ്റ് ബൂട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ തന്നെ ആ ഓയിലിൻ്റെ കേസ് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയണം കേട്ടോ, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കേസ്. ഓക്കെ.